ഹൗ ആർ യു ടുഡേ എന്ന് ചോദിച്ചിരുന്നല്ലോ. പറയാം. അത് പറയുന്നതിന് മുൻപ് ആകാശത്തിലെ ചന്ദ്രനെക്കുറിച്ചൊന്ന് പറയാം. മൂൺ ക്രേറ്റേഴ്സിനെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. കോമറ്റ് ഇമ്പാക്റ്റിൽ ഉണ്ടാവുന്ന അഗാധമായ ഗർത്തങ്ങളാണ് ക്രേറ്റേഴ്സ്. വലിയ ഗർത്തങ്ങൾ ഏതാണ്ട് 2500 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണത്രേ. കേരളത്തിൽ നിന്ന് ഡൽഹി വരെയുള്ള ദൂരം മുഴുവനും ഒരു ക്രേറ്റർ. മൂൺ ക്രേറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? ഫുൾ മൂൺ ദിവസങ്ങളിൽ ഭൂമിയിൽ നിന്ന് ഇത് കാണാൻ സാധിക്കും. ഓരോ ഗർത്തവും ഓരോ കോമറ്റ് ഇമ്പാക്റ്റിൻ്റെ ഓർമ്മകളാണ്, കഴിഞ്ഞ കാലത്തിൻ്റെ അടയാളങ്ങൾ. ക്രേറ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ചന്ദ്രൻ ഒരു ഉരുളൻകല്ല് മാത്രമായേനെ. അടയാളങ്ങൾ സൂക്ഷിക്കാതെ, ഓർമ്മകളില്ലാതെ വെറും ഒരു ഉരുളൻകല്ല്. ഗർത്തങ്ങൾ ചന്ദ്രൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. ഇത്രയും ഗർത്തങ്ങൾ ഉണ്ടായിട്ടും ചന്ദ്രൻ മങ്ങിയും തെളിഞ്ഞും ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്നു. ഭൂമി അങ്ങനെ തന്നെ. എന്ത് സംഭവിച്ചാലും സൂര്യന് ചുറ്റും കറങ്ങി രാത്രിയും പകലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ക്രേറ്റേഴ്സ് ഉള്ളതായി തോന്നിയിട്ടില്ലേ? ഓരോ ഇമ്പാക്റ്റും ചെറുതും വലുതുമായ ഗർത്തങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ? ഈ ഗർത്തങ്ങളുടെ ആഴമാണ് എന്നെ ഞാനാക്കുന്നതും നിങ്ങളെ നിങ്ങളാക്കുന്നതെന്നും തോന്നിയിട്ടില്ലേ? ചെറുപ്പത്തിൽ സൈക്കിളിൽ നിന്ന് ആദ്യമായി വീണപ്പോൾ ഉണ്ടായ ഗർത്തം, ഒറ്റയ്ക്കിരുട്ടിൽ പേടിച്ച് കരഞ്ഞപ്പോൾ ഉണ്ടായ ഗർത്തം, കൂട്ടുകാർ കളിയാക്കി ചിരിച്ചപ്പോൾ, വഴക്ക് കേട്ടപ്പോൾ, അടി വാങ്ങിയപ്പോൾ, പരീക്ഷകളും പരീക്ഷണങ്ങളും കടന്നുപോയപ്പോൾ, പിന്നീട് വലുതായപ്പോൾ പ്രണയത്തിൻ്റെയും നഷ്ടപ്പെടലിൻ്റെയും അഗാധമായ ഗർത്തം. അങ്ങനെ വലുതും ചെറുതുമായ ഗർത്തങ്ങൾ ഏതെല്ലാമെന്ന് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം. മീസാൻ കല്ലുകൾ കൊണ്ട് നമ്മൾ രേഖപ്പെടുത്തിയ ആ ഗർത്തങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റോറിയാണ്. ചില ഗർത്തങ്ങൾ രൂപപ്പെട്ട ദിവസം ലോകം നിന്നുപോയേക്കുമെന്ന് എനിക്ക് തോന്നി. ആകാശം ഇടിഞ്ഞു വീഴുമെന്നും രാത്രിക്ക് അവസാനം ഉണ്ടാവില്ല എന്നും തോന്നി. നെഞ്ചുപൊട്ടി മരിച്ചു പോയേക്കുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല. ഭൂമി അപ്പോഴും കറങ്ങി. ആകാശത്തിനും മാറ്റങ്ങൾ വന്നില്ല. നിന്നുപോയ ഭൂമിയും ഇടിഞ്ഞു വീണ ആകാശവും മരിച്ചുപോയ ഞാനുമെല്ലാം എൻ്റെ തലയ്ക്കുള്ളിൽ മാത്രമായിരുന്നു. ചന്ദ്രനെ പോലെ നമ്മളും ഗർത്തങ്ങളും പേറി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകാശത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. നിശബ്ദമായ, ശൂന്യമായ, തണുത്തു മരവിച്ചൊരു പ്രപഞ്ചമതാ. സത്യത്തിൽ ഇതെല്ലാം എന്താണ്? വെറും ഡസ്റ്റ്, പൊടിപടലങ്ങൾ. കട്ട പിടിച്ച് കല്ലുകളുണ്ടായി. കല്ലുകൾ കൂട്ടിയിടിച്ച് തീയുണ്ടായി. തീ വെളിച്ചമുണ്ടാക്കി. കത്തുന്ന കല്ലുകൾ മിന്നുന്ന നക്ഷത്രങ്ങളായി. തീയണഞ്ഞ കല്ലുകൾ തണുത്തപ്പോൾ ഗ്രഹങ്ങളുണ്ടായി. തണുപ്പും ചൂടും പാകത്തിനായപ്പോൾ വെള്ളമുണ്ടായി. വെള്ളത്തിൽ ജീവനുണ്ടായി. ജന്തു ഉണ്ടായി. പിന്നെ മനുഷ്യനുണ്ടായി. മനുഷ്യന് ദുഃഖമുണ്ടായി, സന്തോഷമുണ്ടായി, ദേഷ്യവും മുറുമുറുപ്പും കുറ്റബോധവും ഉണ്ടായി. എന്നിട്ടും ഇതെല്ലാം വെറും പൊടിയാണത്രേ. എനിക്കും നിനക്കും ഉണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളും പ്രണയവും നഷ്ടപ്പെടലും എല്ലാം അർത്ഥമില്ലാത്ത വെറും പൊടിയാവുന്നു. ഉണ്ടായി എല്ലാം ഇല്ലാതെയായി. ഒന്ന് ഊതിയാൽ പാറുന്ന പൊടിപടലങ്ങളായി. ഉണ്ടായി വന്നതെല്ലാം വെറും ഇല്ലായ്മ മാത്രമായി. പ്രപഞ്ചത്തോടൊരു ചോദ്യം. വികാരങ്ങൾ പൊടിയാണെങ്കിൽ ഒന്ന് കുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അത് മാഞ്ഞു പോകണ്ടേ? പക്ഷേ ഗർത്തങ്ങൾ അവശേഷിക്കുകയാണല്ലോ. ഓരോ സമയം എങ്ങനെ പൊടിക്ക് നിസാരവും നിസാരമല്ലാത്ത അഗാധമായ വികാരവുമാവാൻ കഴിയുന്നു? എങ്ങനെ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കേണ്ടത്? ഒരു ക്യാമറ സൂം ഇൻ സൂം ഔട്ട് ചെയ്തു നോക്കുന്നത് പോലെ ഒരുപക്ഷെ രണ്ടും സത്യമായിരിക്കുമോ? സൂം ഇൻ ചെയ്ത വികാരങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ ഞാൻ അവയ്ക്ക് ആവുന്നതായും രക്ഷപ്പെടാൻ പറ്റാത്തത്ര ഇരുട്ടിലേക്ക് വീണു പോകുന്നതായും തോന്നും. നെഞ്ചിടിപ്പുകൾ കൂടും. ശ്വാസം മുട്ടുന്ന പോലെയും. രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല.
ഇനിയൊന്ന് സൂം ഔട്ട് ചെയ്താൽ ഞാനൊരു അംശമായി മാറുന്നു. വലിയൊരു പ്രപഞ്ചത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ഒരംശം. ആ പോയിന്റിൽ എനിക്ക് വികാരങ്ങളില്ല. എൻ്റെ ജീവിതത്തിൽ കർത്തങ്ങളില്ല, കഥകളില്ല, അടയാളങ്ങളില്ല. ഒന്നുമില്ലാത്ത വെറും ഒരു ഉരുളൻകല്ല് ആയി ഞാൻ മാറുന്നു. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇനി ആവശ്യമില്ല. രക്ഷപ്പെടൽ എന്ന വാക്കിന് പോലും ഇനി അർത്ഥമില്ല. സൂമിനിൽ ശ്വാസം മുട്ടുന്നൊരു ഞാനുണ്ട്. സൂം ഔട്ടിൽ സ്വതന്ത്രയായി പറന്നു നടക്കുന്നൊരു ഞാനുണ്ട്. ഇത് രണ്ടും ഒരേ സമയം സത്യമാണ്. എങ്ങനെ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കണമെന്നത് നോക്കുന്നയാളുടെ തീരുമാനമാണ്. അതിനെയാവും ഒരുപക്ഷെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഒരിടത്തേക്ക് പോവാൻ ഗൂഗിൾ മാപ്പ് ഇടുന്നത് പോലെ യാത്രയുടെ ETA, എടുക്കേണ്ട കർവ്സ്, ഓൾട്ടർനേറ്റ് റൂട്ട്സ്, ട്രാഫിക് ജാംസ്, ആക്സിഡൻറ്റ് എല്ലാം അത് വ്യക്തമായി കാണിക്കും. ഇതിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്ത് വേണം പോവാൻ. ഇനിയൊന്ന് സൂം ഔട്ട് ചെയ്താൽ ഇതൊന്നുമില്ല. റോഡില്ല, ട്രാഫിക്കില്ല, ആക്സിഡൻ്റ് ഇല്ല. പച്ച വിരിച്ച് കാടുകളും മഞ്ഞുമലകളും പരന്നു കിടക്കുന്ന കടലും കാണാം. പിന്നെയും സൂം ഔട്ട് ചെയ്താൽ ലോകം മുഴുവനായി കാണിക്കും. ഇരുട്ടിലൊരു നീലക്കല്ല് മാത്രമായി എവിടെയോ ഒരു ഭൂമി. ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ വെറുതെ ഒരു ഭൂമി. ഇവിടെ എത്തുമ്പോൾ ഞാൻ ചെയ്യുന്ന യാത്രയുടെ അർത്ഥം നഷ്ടമായി എന്നെനിക്ക് തോന്നും. ഒരു കുടഞ്ഞെഴുന്നേൽക്കൽ പോലെ. സൂമിനിൽ യാത്രയുടെ ബുദ്ധിമുട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഞാനുണ്ട്. സൂം ഔട്ടിൽ യാത്രകളെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായ ഒരു ഞാനുണ്ട്. ഇത് രണ്ടും ഒരേ സമയം സത്യമാണ്. ക്വാണ്ടം തിയറി ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. ഒരേ സമയം നമ്മൾ ചെളിയുമാണ്, വികാരങ്ങൾക്ക് അടിമയുമാണ്. അറ്റ് എ ഗിവൻ ടൈം നമ്മൾ പീസ്ഫുള്ളായ പൊടിപടലങ്ങളായി പറന്നു നടക്കുകയാണോ അതോ വികാരങ്ങളുടെ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണോ എന്നുള്ളത് ഒരു പ്രോബബിലിറ്റി മാത്രമാണ്. We have the choice to be emotional or purely logical. ഇതൊരു ചോയ്സ് ആണെന്ന് പക്ഷേ നമ്മൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാവാത്തത് കൊണ്ട് ഗർത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓരോ ഗർത്തവും നമ്മളുടെ ലൈഫ് സ്റ്റോറിയെ ഡിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. പ്യുവർലി ലോജിക്കലായാൽ നമുക്കെല്ലാവർക്കും ഒരേ ലൈഫ് സ്റ്റോറിയായി പോയേനെ. നമ്മളെല്ലാം വെറും ഉരുളൻ കല്ലുകൾ മാത്രമായേനെ. സോ ഹൗ ആം ഐ ടുഡേ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ചന്ദ്രനിലെന്ന പോലെ വേദനിപ്പിക്കുന്ന ഗർത്തങ്ങൾ എനിക്കുമുണ്ട്. ഇനിയും അവ ഉണ്ടാവും എന്ന ബോധ്യവുമുണ്ട്. എൻ്റെ ലോകം ഇനിയും തകരും. എൻ്റെ ആകാശം ഇനിയും ഇടിഞ്ഞു വീഴും. നെഞ്ചുപൊട്ടി ഞാൻ ഇനിയും മരിക്കും. എന്നാൽ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റാൽ ഇതെല്ലാം പൊടിപടലങ്ങളായി പറന്നു പോവും. ഉണ്ടായി വന്നതെല്ലാം വെറുതെ ഇല്ലായ്മ മാത്രമാവും. എന്നാൽ അതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഇത് രണ്ടും ഒരേ സമയം സത്യമാണ്. സൂം ഇൻ, സൂം ഔട്ട്. സത്യത്തിൽ ഈ ജീവിതം എത്ര പ്രഷ്യസ് ആണല്ലേ. നിസാരമായ ചെളി കൊണ്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയെടുത്ത നമ്മളുടെ പേഴ്സണൽ പ്രഷ്യസ്.